ഹലോ ഗൈസ്, ഇന്നാണ് റുഫൈദാനെ നിൽക്കുക. അപ്പൊ ഈ രാവിലെ തന്നെ ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാട്ടോ. ഔട്ട്ഫിറ്റ്, അതുപോലെ തന്നെ ഓർണമെന്റ്സ്, മേക്കപ്പ് ലുക്ക്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. എല്ലാം മാച്ച് ആയിക്കൊണ്ട് വന്നിക്കുന്നു. ഇതിന്റെ സന്തോഷം കണ്ടില്ല മൂത്ത്. കല്യാണത്തിന്റെ പൊലിവാണ് ട്രെൻഡായ ചെക്ക് ഔട്ട് ഫിറ്റ്. അത് ഞാനും ഓളും കൂടി ഇട്ട് ചെയ്തിട്ടാ. ഓളെ ഡ്രസ്സിക്ക് ഇപ്പോഴും എന്ന് പറയാൻ നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടെ. ഓൾ ഔട്ട്ഫിറ്റിന് എന്റെ ഔട്ട്ഫിറ്റിങ്ങൾ എത്ര മാർക്ക് 10 കൊടുക്കുന്നു നോക്കി. ഞാൻ എന്തായാലും 10 മാർക്ക് ഓൾ ഔട്ട്ഫിറ്റിന് കൊടുക്കൂട്ടാ. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ കട്ട് വന്നിട്ടുണ്ടേ. 10 മണിക്ക് കഴിഞ്ഞിട്ടാ. അതിന്റെ ഇടയിൽ ഈ കുട്ടികളെ ചെറിയൊരു പരാതി അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ആരും ഇല്ലല്ലോ ഓഫ് വൈറ്റ്. അപ്പൊ ഞങ്ങളൊന്ന് ഷൈനായി. പക്ഷെ വന്നപ്പോ എല്ലാരും ഓഫ് വൈറ്റ്. അതപ്പത്തെ ട്രെൻഡ് അല്ലേ? ട്രെൻഡിനോടൊപ്പം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഓഫ് വൈറ്റ് ഡ്രസ്സൊക്കെ ട്രെൻഡ് ഔട്ട് അയക്കുന്നുള്ളത്. നമ്മളെ ഗ്രൂമ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വേടാ. ഓരോ എൻട്രി കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫഹാനന്റെ അടുത്ത് എന്നോട് ഫോൺ കൊടുത്തു പോയിട്ടത് ഓളറ്റ് എടുത്തതുമില്ല. എന്തോ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷിട്ട് ഉള്ളില്. അങ്ങനെ ഓളെ പുതിയാപ്പിളിനെ ഓളം കെട്ടി ഏൽപ്പിച്ചു. പിന്നെ മഹർക്കെട്ടല് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മള് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ബിരിയാണിയും മന്തിയും ബീഫും ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നാള് ഫാനിനെ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും അങ്ങോട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് അത് ഫാനിന്റെ വിഷമം അങ്ങോട്ട് ഞാൻ തീർത്തെടുത്തു. അപ്പൊ നമ്മൾ റുക്കയ്യബാനും ഓലൊക്കെ കുറച്ച് ലേറ്റ് ആയിക്കൊണ്ട് വന്നപ്പോ ഇവക്കാണെങ്കിൽ ചെക്കനില്ലാന്ന് പറഞ്ഞിട്ട് ഒരേ വിഷമട്ടാ. തിന്നുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഓൾക്ക് ഒരേ വിഷമം. നമ്മളെന്താ ചെയ്യാൻ പറ്റും, നമ്മക്കറ്റെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അതിന്റെ ഇടയിൽ നമ്മളെ ഷംനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഷംനക്ക് ഭയങ്കര സങ്കടം വരാൻ പറ്റാത്തിലൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് കുറച്ച് ആംബസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൊടുക്കലേനിട്ട് അവിടെ ഉണ്ടായിരുന്ന പരിപാടി എന്ന് പറയുന്നത്. തീറ്റാണെങ്കിൽ 8 മണിക്ക് തന്നെ എത്തുന്നതിനിട്ട് നമ്മോട് പറഞ്ഞിട്ടേ. പിന്നെ ഓള് എത്തിയത് 12:30ക്കാണ്. അപ്പൊ നമ്മള് വിളിച്ചു നോക്കിയപ്പോൾ കേട്ടപ്പോ എനിക്ക് ഒന്ന് കൊടുക്കാനായിട്ട് ഓളെ തോന്നിയിട്ടുള്ളത്. ഓൾ എല്ലാ ഡ്രസ്സും അങ്ങോട്ട് തീരുമാനം കൊടുത്തിട്ടുണ്ടല്ലോ. ഓൾക്ക് കല്യാണം ഉള്ളത് അറിയില്ലേ. അങ്ങനെ പിന്നെ ഡ്രസ്സ് കിട്ടിയതിന് ശേഷട്ടെ നമുക്ക് കല്യാണത്തിന് വന്നിട്ടുള്ളത്. അതാണ് ഇത്രക്കും ലേറ്റ് ആയത്. ഇന്ന് റുഫൈദ് വന്നപ്പോ നമ്മളെല്ലാരും കൂടി പുറത്തുനിന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്താട്ടാ. ഇതാണ് നമ്മളെ ഗെയിം. നൗഷിബാനെ ഒരു ഫോട്ടോയിൽ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് നൗഷിബ കൊറേ സങ്കടം. അത് നോക്കി പുറത്തേട്ടവരാണ് സിംഗിൾ എടുക്കാൻ പറഞ്ഞപ്പോ ഓള് എടുത്തെന്നില്ല. എന്നിട്ട് ഇപ്പൊ ഒരു 3 കൂടി എടുക്കണോക്കിയാ ബാനുവിനും ടേറ്റയ്ക്കും ഗുലാം ജാമ് കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോ അവിടെ ആരോ തിന്നിട്ട ബാക്കിയില് ഒരു ഗുലാം ജാമ് ഉണ്ടായിരുന്നു. അത് വരെ നക്കി തിന്നണം നമ്മളെ ബാനു. ഇങ്ങനെ കറിഞ്ഞ 2-3 കോൾക്ക് എടുത്ത് വെച്ചീനു. എന്താ നമ്മള് ചെയ്യാ. പിന്നെ എല്ലാരും കൂടി പോയിക്കാണ്ട് കുറച്ച് വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നടക്കണല്ലോ ഞങ്ങൾക്ക്. ഓൾ ഇറങ്ങിയപ്പോ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി പോയിട്ടാ. കാരണം നമ്മളെ നിന്നിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ല. ഇന്നത്തെ ഇടത്തുള്ളൂ. എല്ലാവർക്കും ബൈ.